അമേരിക്ക കൊണ്ടും കൊടുത്തും മുന്നേറിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ മറനീക്കി മുന്നോട്ടെത്തുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് തികച്ചും അവിചാരിതമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം. ദുരൂഹമെന്ന് തോന്നിപ്പിക്കുന്ന ആ കോപ്റ്റർ അപകടമായി പിന്നെ ചർച്ച. അത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമെന്ന് സോഷ്യൽ മീഡിയയിലെ എഴുത്തുകാർ. പിന്നിൽ അതൃപ്തരായ ഇറാൻകാരെന്നും അല്ല മൊസദെന്നും അതൊന്നുമല്ല അമേരിക്കയെന്നും ഒക്കെ ചർച്ചകൾ അങ്ങ് കൊഴുത്തു. 3 കോപ്റ്ററുകളിൽ 2 സുരക്ഷിതമായി തിരിച്ച് ഇറാനിലെത്തിയപ്പോഴും പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ച കോപ്റ്റർ മാത്രം എങ്ങനെ അപകടത്തിൽപ്പെട്ടു? ലെവൽ 1 കാലാവസ്ഥയിൽ മാത്രം ഉപയോഗിക്കാവുന്ന പഴയകാലത്തിന്റെ പ്രതീകമായ ബെൽ 212 കോപ്റ്ററിൽ കടുപ്പമേറിയ കാലാവസ്ഥയിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും എന്തിന് ഇറാൻ വിട്ടു? ചോദ്യങ്ങൾ ഇങ്ങനെ പാറി പറക്കുമ്പോൾ ഇറാനിയൻ സായുധ സേന അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നു. ലോകം മുഴുവൻ സംശയിക്കുമ്പോഴും തങ്ങൾക്ക് സംശയമൊന്നുമില്ലെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു റിപ്പോർട്ട്. യാത്രാവേളയിൽ കോപ്റ്ററിന് യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ലെന്ന് കട്ടയ്ക്കങ്ങ് പറയുകയാണ് റിപ്പോർട്ട്. സംശയാസ്പദമായി ഒന്നുമില്ലെന്ന് ഇറാൻ അങ്ങ് അടിവരയിട്ട് പറയുമ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു. റൈസിക്ക് ശേഷം ആര്? ഇറാന്റെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ എങ്ങനെ ഇത് ബാധിക്കും? എന്നാലും അമേരിക്കൻ ഉപരോധം മൂലം തങ്ങളുടെ പ്രസിഡന്റിനൊരു നല്ല ഹെലികോപ്റ്റർ വാങ്ങാൻ പോലും തടസ്സമായെന്ന ഇറാന്റെ പരാമർശത്തിന് പിന്നിലെന്ത്? ഹെലികോപ്റ്റർ അപകടത്തിൽ രാഷ്ട്രനേതാവ് കൊല്ലപ്പെട്ടപ്പോൾ എന്തിനായിരുന്നു ഇത്ര വലിയ ആഘോഷം? ഇറാനിലെ പ്രതിഷേധങ്ങൾ വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടവരുടെ വികാരം അണപൊട്ടി ഒഴുകിയതോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നതും ഈ വിഷയമാണ്. ഇനി ആര്? ഇന്നത്തെ എൻ്റെ അതിഥികൾ ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്കിന്റെ മുൻ മേയറും UK കോൺസർവേറ്റീവ് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ കൗൺസിലർ ടോം ആദിത്യ, കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സംരംഭകനും IT കൺസൾട്ടന്റുമായ ജോൺ പണിക്കർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടോമാദിത്യയിലേക്കാണ്. ശ്രീ ടോമാദിത്യ, നിരവധി രാഷ്ട്രീയ എതിരാളികളെന്ന് തോന്നിച്ചവരെ മരണത്തിലേക്ക് നയിച്ച ഒരു നേതാവ്, ദുരൂഹമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം. എന്നാലും ഇറാൻ പറയുന്നു മരണത്തിൽ തങ്ങൾക്ക് സംശയമൊന്നുമില്ല, എങ്കിലും ചില സൂചനകൾ ചിലയിടത്ത് നിന്നൊക്കെ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഹുസൈൻ അമീർ അബോഹീൻ, അദ്ദേഹവും പിന്നെ സെവൽ ഓഫീഷ്യൽസും ഒരുമിച്ച് ഒരു എയർ ക്രാഷ്, ഹെലികോപ്റ്റർ ക്രാഷിലാണ് ഉണ്ടായത്. അത് പണ്ട് പണിതത് US-ന്റെ ഹെലികോപ്റ്റർ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് US-ന്റെ കൈകൾ കടത്താൻ നമ്മൾ ചിന്തിക്കുക, അതൊരു കോൺസ്പിറസി തിയറിയുടെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം മൊസാദിന്റെ കടത്തകരങ്ങളാണ് എന്ന് പറയുമ്പോൾ യെസ്, ഇസ്രായേൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹം, പ്രത്യേകിച്ച് ഇബ്രാഹിം റൈസി അടുത്ത സുപ്രീം ലീഡർ ആകും എന്നാണ്. അവിടെ പ്രസിഡന്റിനേക്കാൾ ഫസ്റ്റ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടിരിക്കുന്ന സുപ്രീം ലീഡറാണ്. സോ അപ്പോ അതാണ് എങ്കിൽ പോലും ഒരു മറ്റ് മെഹർ ന്യൂസ്, അത് ഇറാന്റെ ഒരു സെമി ഒഫീഷ്യൽ ന്യൂസ് ഏജൻസി ഡിസ്ക്രൈബ് ചെയ്തത് മാർട്ടിയർഡ് ഇൻ ദ ക്രാഷ് എന്നാണ് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്. സോ ഇപ്പം അദ്ദേഹമാണ് ഒരു രണ്ടാമത് മുഹമ്മദ് അലി റജായി എന്ന് പറയുന്ന ഒരു 1981 ബോംബിങ്ങിൽ ഒരു പ്രസിഡന്റ് മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഓഫീസിലിരിക്കുമ്പം കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് റൈസി. അതിന് അദ്ദേഹത്തിന്റെ കുറിച്ച് പണ്ട് ആൾക്കാരുടെ അറിയാമല്ലോ. ഹി വാസ് എ ക്ലിയർ ജഡ്ജ്, പ്രോസിക്യൂട്ടർ, അറ്റോർണി ജനറൽ. അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ എതിരാളികളെ അദ്ദേഹം വധശിക്ഷ വിധിക്കുകയും കാലുവരിക്കയക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. എന്റെ ഒരു സുഹൃത്ത്, ഞാനിപ്പോ പറയുന്നത്, ഞാൻ ബ്രിസ്റ്റോൾ മൾട്ടി ഫെയ്ത്ത് ഫോറത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഇവിടുത്തെ ഇറാനിയൻ ഒത്തിരി എക്സ്പാർട്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ഞാൻ ഈ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ എന്റെ ഒപ്പീനിയൻസ് എല്ലാം ഇതിനകത്തൊരു ആരുടെയും കില്ലിങ്ങിന്റെ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം ഇത് ഒത്തിരി ഇവരുടെ ബന്ധുക്കളെ പലരെയും കൊല്ലപ്പെടുത്താനായിട്ട് അയാൾ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യരാരും അപ്സെറ്റ് അല്ല about the killing of the Tehran butcher എന്നാണ് ആദ്യത്തെ മെസ്സേജ്. ഹെലികോപ്റ്റർ മേഘങ്ങൾക്ക് മേളെ പറത്തുവാനായിട്ട് ഇതിന്റെ പൈലറ്റ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു മറ്റ് കൂട്ടത്തിലുള്ള 2 ഹെലികോപ്റ്റേഴ്സിന്, അതിന്റെ പൈലറ്റ്സിന്, വിച്ച് ദേ ഫോളോഡ്. പക്ഷേ ഇദ്ദേഹം മേളിലേക്ക്, ആകാശത്തിന് മേളിൽ പോയിട്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, അതിന് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആവുക. സോ ദേ തോട്ട് ഇദ്ദേഹം ലാൻഡ് ചെയ്തെന്നാ വിചാരിച്ചത്. ഇപ്പൊ അതുകൊണ്ട് ഇവരിപ്പോ ഉണ്ടാക്കുന്ന തിയറി ദ പൈലറ്റ് വാസ് എ ഇസ്രയേലി മൊസാദ് സ്പൈ എന്നുള്ളതാണ് അവര് കണ്ടെത്തിയിരിക്കുന്നത്.
പക്ഷെ അത് അദ്ദേഹം കൊണ്ട് ഉൾപ്പെടെ മരിച്ചതാണ്. നമുക്ക് എവിഡൻസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോധപകമായിട്ട് പറയാനായിട്ടോ ഇല്ല. അദ്ദേഹത്തിന്റെ കൺട്രോൾ പെട്ടതായിരിക്കും. ആസ് യു സെഡ്, ഇതിന്റെ മെയിൻ്റനൻസ് വർക്കിലൊക്കെ ഉണ്ടായ ചില തകരാറുകൾ ഒക്കെ ആയിരിക്കാം ഇതിന്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് അസർബൈജാനിൽ നിന്ന് ടെഹ്റാൻ വരെ കുറച്ച് ദൂരമുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. ടെഹ്റാൻ എന്ന് പറയുന്നത് ഇറാന്റെ ഭൂപ്രകൃതി അറിയുന്നവർക്കറിയാം, വളരെ കുറച്ചുകൂടെ മധ്യത്തിലാണ്. അപ്പം ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഹെലികോപ്റ്റർ ഇത് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഇനി ആര് പ്രസിഡന്റ് ആവുന്നുള്ളതിന്റെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയത്തുള്ള ഖൊമൈനിയുടെ മകനാണ് ഒരു പോസിബിലിറ്റി ഉണ്ടാകാവുന്നത്, അല്ലെ? അപ്പം അവിടെ ആകാം, അങ്ങനെ ഇറാന്റെ തന്നെ ലീഡറിന്റെ പ്രശ്നത്തിൽ ഉണ്ടാകാൻ വേണമെങ്കിൽ. അപ്പം മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേലോ ആകണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിന് കൈയുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ആദ്യമേ പ്രാഥമികം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഈ ഒരു മരണത്തിന്റെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലി റബ്ബിമാർ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാണ്. അതേസമയം തന്നെ ഇറാനിൽ വലിയ ആഘോഷങ്ങൾ നടന്നുവെന്ന വാർത്തയെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇത് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരായ ഒരു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തിലുണ്ടായ ഒരു ആഘോഷമാണോ, അതോ വർഷങ്ങളായി ചില കാര്യങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രതീകമായി നമുക്കതിനെ കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഈ സ്ത്രീവിരുദ്ധ നിലപാടുകളിലൂടെയൊക്കെ വളരെ ചർച്ചയായ ഒരു വ്യക്തിയാണല്ലോ ഇബ്രാഹിം റൈസി. മക്സാമിനിയുടെ കേസിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അത്തരത്തിൽ വളരെ വർഷമായി തങ്ങൾ അടക്കി വെച്ചിരുന്ന ആ ഒരു വികാരം ഒരു ആഹ്ലാദത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുകിയതാണോ അത്? അല്ല, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നതിനേക്കാളും മനുഷ്യവിരുദ്ധത എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 36 വർഷമായിട്ട് ഒരുപാട് ആളുകൾ, ജനറേഷൻ ഓഫ് ആളുകൾ അനുഭവിച്ചു വരുന്ന ടോർച്ചറിന്റെ സന്തോഷമാണ് അവിടെ കണ്ടത്. 1988 മാസ് എക്സിക്യൂഷൻ നടന്നത്. അതായത് ഏകദേശം അമേരിക്കയുടെ കണക്കനുസരിച്ചാണ് 5000-ഓളം ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തു, 30,000-ഓളം ആൾക്കാരെ കൊന്നു. അതുകൊണ്ടാണ് ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്നുള്ള പേര് വന്നത്. അവിടെ തീർന്നില്ല. പുള്ളി ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും ഓരോ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുമ്പോഴത്തേക്കും പലതവണ ഇതുപോലെ ഇംപ്രിസൺമെന്റും ടോർച്ചറും ഡെത്തിലേക്കും ആൾക്കാരെ തള്ളിവിട്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഇന്റഗ്രിറ്റിയെ 2009 ചോദ്യം ചെയ്തു. ഇലക്ഷൻ നടന്നത് പ്രോപ്പറായിട്ടല്ല, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചോദ്യം ചെയ്തതിന്റെ പേരിൽ 1500 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതേപോലെ ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അമേരിക്കയിലെ ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ, സിമിലർ ആയിട്ടുള്ള ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ നടന്നപ്പോൾ അവിടെയും ക്യാമ്പസിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത കുട്ടികളെ ഇംപ്രിസൺ ചെയ്തു, ടോർച്ചർ ചെയ്തു, പല കുട്ടികളും മരിക്കുകയും ചെയ്തു. അതങ്ങനെ എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായി. ഇപ്പൊ ഇൻഫ്ലേഷനും എക്കണോമിക് ഡൗൺ ടേണും മിസറി ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫിൻലാൻഡ് ഇസ് എ ഹാപ്പിയസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും അനൗൺസ് ചെയ്യാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇൻഡെക്സ് ആണ് മിസറി ഇൻഡെക്സ്. അതായത് ഒരു രാജ്യം എത്രമാത്രം കഷ്ടപ്പെടുന്നു, അവിടുത്തെ ആളുകൾ എത്രമാത്രം ദുഃഖിതരാണ് എന്നുള്ളതിന്റെ ഇൻഡെക്സ് ആണ് മിസറി ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ ഇറാന്റെ സ്ഥാനം 8ാമതാണ്. അതായത് ഏറ്റവും മിസറബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്ന്. അപ്പം അതിന്റെയൊക്കെ പേരിൽ എന്ത് തരത്തിലുള്ള പ്രൊട്ടസ്റ്റോ അജിറ്റേഷനോ ഡിസ്കഷനോ വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തുകയും ആ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെ ഇംപ്രസൺ ചെയ്യുകയും പലരെയും കൊല്ലുകയും ചെയ്തു. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് താങ്കൾ പറഞ്ഞ സ്ത്രീയെ ഡ്രസ് കോഡിന്റെ പേരിൽ ജയിലിൽ അടക്കുകയും അതിനുശേഷം കൊല്ലപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നെങ്കിലും അവർ അവകാശപ്പെടുന്നത് മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെട്ടു എന്ന് അവർ പറയുന്നു. അങ്ങനെ പല തിയറീസ് ഉണ്ട്. എന്തായാലും മരണത്തിന് ഇടയാക്കിയത് റൈസി തന്നെയാണ്. ഇതിന്റെയൊക്കെ ഒരു ആഘോഷമാണ് നമ്മൾ ആക്ച്വലി കണ്ടത്. ഇനി അമേരിക്കയ്ക്ക് യാതൊരു പങ്കും ഇല്ലെന്ന് തന്നെ തറപ്പിച്ച് പറയാം. കാരണം 2 റീസൺ ഉണ്ട്. അമേരിക്ക ഇപ്പം ഇലക്ഷനിലോട്ട് പോകുന്നു. ഒരു വശത്ത് അവര് വിക്ടിം ആയിട്ടുള്ള യുക്രൈനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബൈഡന്റെ ഒരു വോട്ടർ ബേസ് അദ്ദേഹത്തെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് യുക്രൈനെ ഇത്രയധികം കോടിക്കണക്കിന് രൂപ അയച്ചു കൊടുക്കുന്നത്, അവരെ എന്തിനാണ് സഹായിക്കുന്നത് ചോദിക്കുന്നു. മറുവശത്ത് ഒപ്രസർ ആയിട്ടുള്ള ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടം വോട്ടേഴ്സ് ബഹളം വെക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇറാനെയും കൂടെ പിണക്കിക്കൊണ്ട് ആ വാർ എക്സ്പാൻഡ് ചെയ്ത് അവിടെ വലിയ ഇഷ്യൂ ആക്കി ഈ ഇലക്ഷന് മുന്നേ അദ്ദേഹവും അമേരിക്കയോ അതിന് മുതിരില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇസ്രായേലിന്റെ കേസും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പിന്നെയും വേണമെങ്കിൽ കോൺസ്പിറസി തിയറി പലതുണ്ട്. അതിൽ വേണമെങ്കിൽ വിശ്വസിക്കാവുന്നത് മൊജ്തബ ഖമീനയുടെയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ മകൻ അടുത്ത സുപ്രീം ലീഡർ ആകുമെന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് വേണേൽ പറയുന്നത് വീണ്ടും കുറച്ചുകൂടെ വിശ്വസിക്കാം. അതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് കുറച്ചുകൂടെ എങ്കിലും വിശ്വസിക്കാം. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി. ശ്രീ ജോൺ പണിക്കർ, ഇപ്പോൾ നമുക്കറിയാം ഈ പശ്ചിമേഷ്യൻ സംഘർഷം എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് വന്ന് പിന്തുണ ഒന്നും നൽകിയില്ലെങ്കിൽ പോലും ഇറാൻ അതിലുള്ള ഒരു റോള് നമുക്കറിയാം. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കാണെങ്കിലും ഹമാസിനാണെങ്കിലും ഒക്കെ ഒരു പരോക്ഷ പിന്തുണ പല രീതിയിൽ കൊടുത്തിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയത്ത് കൊല്ലപ്പെടുന്നു. ഇനി ആര് എന്ന ചോദ്യം വരുന്നു. നമുക്കറിയാം 1979 മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷങ്ങളായി ഇറാൻ രാഷ്ട്രീയത്തിൽ അനിഷേധ്യനായ ഒരു നേതാവ്
നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നതോ മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലൊരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഈ പറയുന്ന ഇറാന്റെ ഒരു ചിറകരിഞ്ഞതുപോലെയാകുമോ ഇനി ആ ഒരു പശ്ചിമേഷ്യൻ മേഖലയിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഒരു റോൾ എന്താവും? ഇറാനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ ഹമാസും ഹെസ്ബുള്ളയും അടക്കമുള്ള ചില ഗ്രൂപ്പുകൾ. 3 people, ടോപ്പ് 2 and 3 ആണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇറാന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ ആയത്തുള്ള ഖുമൈനിയാണ് സുപ്രീം ലീഡർ. അദ്ദേഹം സ്ഥാപിക്കുന്ന ആൾക്കാരാണ് യൂഷ്വലി അവിടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പവർ ഇറ്റ്സ് പ്രസിഡന്റ് ഈസ് ലൈക്ക് എ സെക്കൻഡ് ടോപ്പ്, ആൻഡ് ഓൾസോ പിന്നെ ഫോറിൻ മിനിസ്റ്റർ ആകുമ്പോഴേ ഒരു തേർഡ് ടോപ്പ് ലീഡർ എന്ന് പറയാൻ പറ്റും. ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഫോറിൻ മിനിസ്റ്റർ ഈ പറയുന്ന പോലെ ഹി വിസിറ്റ് സിറിയയിൽ പോയി അവിടെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനെതിരെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതുപോലെ തന്നെ സദേൺ ലെബനോണിൽ പോയിട്ട് ഹെസ്ബുള്ളയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളായാലും പൊതുവില് ഇറാന്റെ ഈ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഇറാന്റെ ഈ പ്രോക്സികളെ സംഘടിപ്പിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു ഫോറിൻ മിനിസ്റ്ററും കൂടെയാണ് മരണപ്പെട്ടത്. അപ്പോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ അത് നിശ്ചയമായിട്ടും അവരുടെ ചിറകിന് ഒരു ക്ഷതം വരുന്ന ഒരു അവസ്ഥയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറയുന്നത് പോലെ ഇറാൻ ഒരു വലിയ ഒരു രാജ്യമാണ്. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അവരുടെ ഈ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് വളരെ നാണം കെടുത്തുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ഇത്രയും വലിയൊരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് പോകുന്നത് ഈ പറയുന്ന പോലെ 40-50 വർഷം പഴക്കമുള്ള ഒരു അമേരിക്ക കൊടുത്ത ഡെത്ത് ടു അമേരിക്ക എന്ന് ചാൻഡ് ചെയ്യുകയും ചെയ്യും. പഴയ അമേരിക്കയുടെ കണ്ടം ചെയ്ത ഹെലികോപ്റ്ററിലാണ് ഈ പ്രസിഡന്റ് പോകുന്നത്. അപ്പോ സാങ്ഷൻ ഒരു കാരണം കൂടെ പറയുന്നു. ഈ അപകടത്തിന് ശേഷം അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു അങ്ങ് പറയാൻ വന്നതും അതാണെന്ന് തോന്നി. അമേരിക്കയുടെ ഉപരോധം കാരണമാണ് ഞങ്ങളുടെ പ്രസിഡന്റിന് ഒരു നല്ല ഹെലികോപ്റ്റർ വാങ്ങിക്കൊടുക്കാൻ പോലും ആകാതിരുന്നത് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോ പിന്നെ പുറകോട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിലേക്ക് കണ്ടമാനം ഡ്രോണുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകൾ കണ്ടമാനം അയക്കാനായിട്ട് അവർ ചിന്തിച്ചു. അറ്റ് ദ സെയിം ടൈം തങ്ങളുടെ പ്രസിഡന്റിനെ ഒരു നല്ല സേഫ് ആയിട്ടുള്ള ഒരു നോട്ട് ഓൺലി ഒരു ഹെലികോപ്റ്ററിന്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോലും പോകുന്ന വഴിയിലുള്ള കാലാവസ്ഥ കാര്യങ്ങളൊക്കെ വളരെ നോക്കിയിട്ടാണ് നമ്മളൊരു സിവിലിയൻ എയർക്രാഫ്റ്റ്. അത് കാലാവസ്ഥ ശരിയല്ലെങ്കിൽ പലപ്പോഴും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യും. ഒരു പ്രസിഡന്റ് പോകുമ്പോൾ ഇത്ര സുരക്ഷിതമല്ലാത്ത രീതിയിൽ പോവുക, എന്നിട്ട് ഇതുപോലെ ഹെലികോപ്റ്റർ ഇത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമുക്ക് വളരെ പ്രശസ്തരായ പലരും ഹെലികോപ്റ്ററിൽ പോയിട്ട് അതിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇനി ഹെലികോപ്റ്ററിലേ കയറുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജെഫ് ബേസോസ് ഈസ് ആൻ എക്സാമ്പിൾ, ആമസോൺ ചീഫ്. അപ്പോ ഹി വാസ് ലക്കി. പക്ഷെ അതുപോലെ ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ ഉറപ്പായിട്ടും അത് ഇറാനെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇറാൻ പോലും യൂഷ്വലി ഇറാൻ ഇപ്പൊ അമേരിക്ക ചെയ്തു, ഇസ്രായേൽ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. അത് സ്ഥിരം പല്ലവിയാണ്. പക്ഷെ ഇപ്രാവശ്യം ഇറാൻ പോലും അങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞിട്ടില്ല, അമേരിക്ക പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു വലിയ വിഷമമുള്ള ഒരു കാരണമൊന്നുമല്ല. മരിച്ചത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഹാത്മാക്കളൊന്നുമല്ല. നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് ഓർഡർ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന പ്രസിഡന്റ്. ഹി വാസ് എ മെമ്പർ ഓഫ് ദ ജുഡീഷ്യറി. സോ അതുപോലെ തന്നെ ഖുമൈനിയുടെ ആശയങ്ങളോടും കാര്യങ്ങളോടും വളരെ അടുത്ത് നിൽക്കുകയും അതിനെ പിൻപറ്റി അതുപോലെ തന്നെ ഒരു പുതിയ ഖുമൈനിയുടെ ഒരു സ്ഥാനം. എനിക്കിപ്പോൾ 85 വയസ്സായി. അപ്പോൾ അതിലേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷെ അത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇറാന്റെ ന്യൂക്ലിയർ പരമായിട്ടുള്ള ഡെവലപ്മെന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹി വിൽ ബി റീപ്ലേസ്ഡ് ബൈ സം അതർ പേഴ്സൺ.
ടോം ആദിത്യ, ഇപ്പൊ നമ്മളൊരു ടെഹ്റാൻ വസന്തത്തെ കുറിച്ചൊക്കെ കേട്ടു. കാരണം അത് ഇറാനിലെ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കാം. ഈ പറയുന്ന ഞാൻ സ്ത്രീ വിരുദ്ധമെന്ന് പറഞ്ഞതും നിർമ്മല എബ്രഹാം അതൊരു മനുഷ്യ വിരുദ്ധമെന്ന് പറഞ്ഞതും വർഷങ്ങളായി അവരെ വേദനിപ്പിക്കുന്ന, അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്കെതിരായ ഒരു ടെഹ്റാൻ വസന്തം. അപ്പോൾ ഇത്തരത്തിലൊരു മരണം ഉണ്ടാകുമ്പോൾ ആഘോഷിക്കുന്ന ഒരു ജനത, ആ ആഘോഷം എന്ന് പറയുന്നത് ചെറുതായെങ്കിലും ഇറാന്റെ ഒരു ഭാവിയെ കൂടെ കാണിക്കുന്നതല്ലേ? അപ്പോൾ ഇനി ആരാണ്, അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതിന് ഇറാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുമോ ഈ പറയുന്ന ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സൂചനയായി അവർക്കിത് കാണാൻ സാധിക്കുമോ? ഇറാന്റെ ഒരു ഭാവിയെ എങ്ങനെ കാണുന്നു? നമ്മളിപ്പം ഞാൻ ഫ്രണ്ട്സും ഇറാനിയൻസുമായിട്ട് എക്സ്പാർട്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് എ മേജർ ചേഞ്ച് ഇൻ ദ തിങ്സ് പക്ഷേ അതുകൊണ്ട് ബിക്കോസ് അതിന്റെ റൂൾസ് ഉണ്ട്, ബിക്കോസ് പട്ടാള ചുട്ടയിൽ അതിന്റെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ആളുകൾക്ക് അധികം ചെയ്യില്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് റൂൾ. ആൻഡ് ഇപ്പം പോലീസ് ഇൻ ടെഹ്റാൻ want anyone who appeared publicly happy about racist death will be prosecuted. So അത് വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന ഒരു സംഭവമായി മാറുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, അവരൊക്കെ ഒത്തിരിയും പേടിക്കുന്ന അവസ്ഥയിലാണ് അവിടെ കഴിയുന്നത്. ഞാൻ ഇന്നിപ്പം ഒരു ഇറാനിയൻ ഒരു സുഹൃത്ത് ഹമീദ്, വളരെ നല്ല സുഹൃത്താണ്, അദ്ദേഹം അവിടുന്ന് പലായനം ചെയ്തത്. അദ്ദേഹത്തിന്റെയൊക്കെ ഫാമിലിയൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുക. അത് വളരെ കഠോരമാണ്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നും. വളരെ ദുഃഖപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. എന്നാൽ ഒത്തിരി റിസോഴ്സസ് ഉള്ള സ്ഥലമാണ്. അത് നമ്മൾ രണ്ട് റിലീജിയൻസിനെ, സ്വരാഷ്ട്രീയ മതത്തെ എങ്ങനെയാണ് അവിടുന്ന് ഇറാൻ, അവരുടെ ജന്മദേശം ഇറാന്റെ ഉണ്ടായ ഒരു മതമാണ് സ്വരാഷ്ട്രീയ മതം. അവരെങ്ങനെയാണ് വൈപ്പ് ഔട്ട് ചെയ്തതെന്ന് നമുക്കറിയാം ചരിത്രം. ബഹായിസ് എന്ന് പറയുന്നൊരു മതം, അവരിൽ ഒത്തിരി പേര് നമ്മുടെ ഇവിടെ ബ്രിസ്റ്റോളിൽ തന്നെ വന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ദേ ആർ നോട്ട് സീയിങ് മച്ച് ചേഞ്ച് ഇൻ ദ തിങ്സ്, ബട്ട് അവര് അതിന്റെ റൂൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വെളിയിൽ ഒരു ഇന്റർവെൻഷൻ വന്നില്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസം ഉണ്ടാവും തോന്നില്ല. ഇപ്പൊ അവരുടെ ലെവല് എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റി വൈസ് നമ്മളൊരു കാര്യത്തിൽ അറിയാം, 1979 ഈ ഇസ്ലാമിക് വിപ്ലവം വന്നപ്പോൾ ജനങ്ങൾ അന്നത്തെ ഒരു പ്രൊഫഷൻ ഇതൊരു പുതിയ വസന്തമായിട്ട്, അങ്ങനെയാണ് അന്ന് ഖൊമേനി അദ്ദേഹത്തിന് മുമ്പുള്ളായിരുന്ന സുപ്രീം ലീഡർ അത് അധികാരത്തിൽ വരുന്നത്. അന്ന് ആളുകൾ വിചാരിച്ചോണ്ട് തിങ്സ് വിൽ ബി ചേഞ്ചിങ്, കറപ്ഷൻ ഒക്കെ മാറി എല്ലാം സെറ്റിൽ ആകും. പക്ഷെ ഇറ്റ് ഹാവ് ബിക്കം വേഴ്സ്. അതാണ് ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇനി ഒരു തിരിച്ചുപോക്കാണ്. ആളുകൾക്ക് കുറച്ച് ഫ്രീഡം വേണം. ദേ വോണ്ട് മച്ച് മോർ പ്രോഗ്രസ്. ആ ഒരു തലത്തില് ഇപ്പം ടെഹ്റാനിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയിലും ജേർണലിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഓൾറെഡി ഇപ്പം നിർമ്മല അതിനെ കുറിച്ച് സംസാരിച്ചു, പ്രത്യേകിച്ച് മിസ്ര ഇൻഡെക്സിനെ കുറിച്ച്. നമ്മുടെ സ്വാതന്ത്ര്യം വളരെയധികം ഹനിക്കപ്പെട്ടിരിക്കുന്ന ഒരു റെജീമാണ്, അല്ലെങ്കിൽ ഭരണ സമ്പ്രദായമാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് കാണുന്നില്ല. റെയ്സിക്ക് ശേഷം വരുന്ന, അതിപ്പോ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പം ചാർജ് മുഹമ്മദ് മൊക്ബർ എന്ന് പറഞ്ഞ്. മുഹമ്മദ് ബക്തർ ആയിരിക്കുമോ? അത് വരാനുള്ള സാധ്യതയില്ല. അതൊക്കെ പപ്പറ്റ്സ് ആയിട്ട്, സുപ്രീം ലീഡറിന്റെ പപ്പറ്റ് ആയിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. സുപ്രീം ലീഡറിന്റെ ഇലക്ഷൻ തന്നെ വരാനിരിക്കുകയായിരുന്നു, അതിലേക്കാണ് റെയ്സി മാറാനിരുന്നത്. അപ്പം ഇതൊരു വലിയൊരു ചേഞ്ചസിന് ഒരു വഴി ഒരുക്കുമെങ്കിൽ നല്ലത്. നമുക്ക് പ്രതീക്ഷിക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ ആണ്, ഖൊമേനിയുടെ മകനായിരിക്കാൻ ചിലത്. പക്ഷെ അന്നേരം കുടുംബാധിപത്യത്തിനെതിരെയുള്ള ഒരു വികാരവും അവിടെ ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഹി ഈസ് ആക്ച്വലി ബീങ് ഷാഡോയിങ് ദ സുപ്രീം ലീഡർ ആസ് വെൽ ആസ് കമ്മിങ്. അതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ലിറ്റിൽ ടേക്ക് സംടൈംസ് സുപ്രീം ലീഡർ തന്നെ വീണ്ടും ഒരു ടേം കൂടെ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. അത് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് തീരുമാനിക്കുന്നത്. അത് ദേ ആർ മോസ്റ്റ് മോർ അപ്പോയിന്റഡ് ബൈ ദ സുപ്രീം ലീഡർ ഇറ്റ്സെൽഫ്. അതാണ് അതിന്റെ വിരോധാഭാസം. എന്നെ അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ തന്നെ കുറെ പേര് അപ്പോയിന്റ് ചെയ്യുന്നു പറയുന്ന പോലത്തെ സമ്പ്രദായമാണ് അവിടുത്തെ. ഇത് വെൻ യു ലുക്ക് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സയൻസ് വളരെ വൈചിത്ര്യമുള്ള ഒരു ഭരണ സമ്പ്രദായമാണ് ഇറാനിലുള്ളത്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ളൊരു ബന്ധം, G20 അടക്കമുള്ള രാജ്യങ്ങളിലെ പങ്കാളിത്തം, ഇറാന്റെ പങ്കാളിത്തത്തെ ഇന്ത്യ എങ്ങനെ കണ്ടു, അതേപോലെ തന്നെ ഇന്ത്യയും ഇറാനും സഹകരിച്ച് നടത്താനുള്ള ചില സാമ്പത്തിക പദ്ധതികൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇബ്രാഹിം റൈസിയുടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തെ ബാധിക്കാനൊരു സാധ്യതയുണ്ടോ? അതിനിയും ഏത് രീതിയിലായിരിക്കും പുനഃക്രമീകരിക്കപ്പെടുക? അല്ല, ഇന്ത്യ ഇറാൻ ബന്ധത്തെ ഒരു രീതിയിലും ഇത് ബാധിക്കില്ല എന്ന് 100% പറയാം. കാരണം ഡിസ്റപ്ഷൻ ഉണ്ടായാലേ ബാധിക്കുള്ളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇസ്രായേലിന് വേണമെങ്കിൽ ഈ സമയത്ത് സുപ്രീം ലീഡറിനെ എങ്ങനെയെങ്കിലും വകവരുത്താൻ സാധിച്ചാൽ
ഫോർ എക്സാമ്പിൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പവർ സ്ട്രഗിൾ വരും. ആ പവർ സ്ട്രഗിൾ വരുന്ന സമയത്താണ് ഇന്റേണലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും രാജ്യങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകാനും ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. മുഹമ്മദ് മൊക്ബേറിനെ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് പോസ്റ്റ് കൊണ്ടത്. നേരത്തെ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം മുഹമ്മദ് മൊക്ബേറിനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു പക്ഷേ ഒരു പപ്പറ്റ് പ്രസിഡന്റ് ആയിട്ട് വെക്കുമായിരിക്കും. ഒപ്പം തന്നെ അടുത്ത പല ആളുകളും, സയ്യിദ് ജലീലി ഉണ്ട്, ഹുസൈൻ റുഹാനി ഉണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. ഇതിൽ ആരാണ് വരുന്നതെന്ന് അറിയില്ല. സോ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ചേഞ്ച് ആയിട്ട് യാതൊരു ചേഞ്ച് തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഹെലികോപ്റ്ററിന്റെ കേസിൽ ഒന്ന് ആഡ് ചെയ്യാം. ഈ ഹെലികോപ്റ്ററിനെ നമ്മൾ ഒരുപാട് കുറ്റം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല രാജ്യങ്ങളും ഇപ്പൊ ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് ബെൽ 212. അമേരിക്കയിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതേ ഹെലികോപ്റ്റർ ബെൽ 212. തായ്ലൻഡിന്റെ നാഷണൽ പോലീസ് ഉപയോഗിക്കുന്നത് ബെൽ 212 ആണ്. അപ്പൊ ഇവരൊക്കെ പക്ഷേ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും താങ്കൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത പോലെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് അമേരിക്കയെ ഇൻഡയറക്ട്ലി പോലും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയായിട്ടുള്ള ബന്ധത്തിൽ ബാധിക്കില്ല, ഇറാന് ഡിസ്റപ്ഷൻ ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ സുപ്രീം ലീഡറിന് എന്തെങ്കിലും സംഭവിക്കണം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാലേ ഒരു പവർ സ്ട്രഗിൾ വരും. നേരത്തെ ടോം സാർ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത പോലെ ദ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. അതിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ ഇദ്ദേഹം തന്നെ എല്ലാം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ഒരു പവർ സ്ട്രഗിളിനുള്ള സ്കോപ്പ് ഒന്നും അവിടെ ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കും, അത് അവരെ വീക്കാക്കും. അത് കാരണം മറ്റു രാജ്യങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഉള്ളൂ. താങ്ക് യു. ശ്രീ ജോൺ പണിക്കർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് അങ്ങയുടെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ്. ഓക്കെ. സോ നമ്മള് ഇപ്പൊ ഒരു സാഹചര്യത്തില് ഇസ്രായേലിനെ മൊസാദിനെയൊക്കെ സംശയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ബട്ട് നമ്മുടെ ഇറാൻ പോലും അതിനെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് അമേരിക്ക പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. It's we don't want anybody to die in a helicopter crash. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളൊന്നുമില്ല. വളരെ വ്യക്തമാണ്. ഇത് പിന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വളരെ ഇതായിട്ട് ഒരു പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ടാണ് അവർ ഈ ഒരു ഫേറ്റ് അവർക്കുണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് ഇറാൻ ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോറിൻ റിലേഷനായിട്ടോ അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ മിസൈൽ ഡെവലപ്മെന്റോ ഒന്നും ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. It will go, presidents come and go, the policies will remain, like long-term strategic, strategies will remain. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഉറപ്പായിട്ടും ഈ ഇറാന്റെ പ്രോക്സീസിനെ ഇത് പ്രത്യേകിച്ച് പിന്നെ ഫോറിൻ ലീഡറിന്റെ ഈ ഫോറിൻ മിനിസ്റ്ററിന്റെ ഫോർ എക്സാമ്പിൾ അബ്ദുള്ളയുടെ ആ മരണം ഉറപ്പായിട്ടും അവരുടെ പ്രോക്സീസിനെ തളർത്തും. ഇസ്രായേലിനെതിരെയുള്ള ഒരു അറ്റാക്കിനെയും അത് ബാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ അത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അമേരിക്കയിൽ ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ല. മാത്യു മില്ലർ മാത്രമാണ് പ്രതികരിച്ചത്. അതും അദ്ദേഹം ആര് മരിച്ചാലും അത് ഖേദകരമായ കാര്യമാണ് എന്ന രീതിയിലാണ് ഒരു പ്രതികരണം വന്നത്. അപ്പോൾ ഇനി അമേരിക്കയും ഇറാനും തമ്മിൽ ചില വൈരികളാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഇനി ഏത് തരത്തിൽ ആയിരിക്കും? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവുമോ? അമേരിക്ക ഇറാനെ ശക്തി കുറച്ചു കാണാനൊരു കാരണമായി ഇത് പര്യവസാനിക്കുമോ? We don't want anybody to become our enemy. നമുക്ക് അങ്ങനെ ഒരു അമേരിക്കക്ക് അങ്ങനെ ഒരു ഇതില്ല. we want Iranian people to be free and have experience freedom. ഇപ്പൊ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള അവസരം ഉള്ളില് പലരും ചെയ്തെങ്കിലും വളരെ ശക്തമായിട്ട് അവർ അടിച്ചമർത്തിയുണ്ടായി. പക്ഷെ നമ്മൾ പ്രൊട്ടസ്റ്റ് പലപ്പോഴും കാണുന്ന ജർമ്മനിയിലും അതുപോലെ UK, ലണ്ടൻ, ജർമ്മനി അതുപോലുള്ള എംബസീസിന്റെ മുമ്പിലാണ്. കാരണം അവര് ഇതുപോലുള്ള ഇവരുടെ ഈ സ്വേച്ഛാധിപത്യത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ് ഈ പുറത്തു പോയിരിക്കുന്നത്. അവർക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവൻ നഷ്ടമാകും. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ ഒരു ശക്തമായ ഒരു ഇരുമ്പ് കൊണ്ട് അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ജനതയാണ് ഇറാനിലുള്ളത്. ദേ ആർ നോട്ട് ഹാപ്പി. ഇങ്ങനെ ഒരു അടിച്ചമർത്തിന്റെ കീഴിൽ ജീവിക്കാനായിട്ട് ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇറാന് ഒരു നല്ല രീതിയിൽ ഒരു കുറച്ചൊക്കെ ലിബറൽ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അതിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ദേ ഓൾവേസ് വാണ്ടഡ് ടു ബി ഫ്രീ ആൻഡ് ബിക്കം മോഡേണൈസ്ഡ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇറാനിൽ പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അമേരിക്കയും അതാണ് ആഗ്രഹിക്കുന്നത്.
50 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ ആണ്. സോ അതെ. we will see who will be the candidates and we'll see. But there will not be any popular election. It will be all decided, you know. അതെ, അതെ. അതെ, എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ ടോം ആദിത്യ, ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ ജോൺ പണിക്കർ. 1979 മുതൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, അവരുടെ രാഷ്ട്രത്തലവന്റെ മരണം അതിൽ ചിലരെങ്കിലും ആഘോഷിക്കുമ്പോൾ അത് തീർച്ചയായും ഇറാൻ ഭരണകൂടത്തിനുള്ള ഒരു സൂചനയാണ്. മാറ്റണോ, മാറണോ, പാഠം പഠിക്കണോ, ഇതൊക്കെ അവരാണ് ചിന്തിക്കേണ്ടത്. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.